ഹായ്, ഇന്ന് നമ്മളെ കമ്പോസ്റ്റ് കാണിച്ചു തരാൻ പോവാണേ. നമ്മുടെ കയ്യിൽ 2 തരം കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേബി പ്ലാന്റ്സിന് സീഡ്ലിങ്സ് ജെർമിനേഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ജെർമിനേഷൻ ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ സീഡ്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ കമ്പോസ്റ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സീഡ്സ്, പ്ലഗ്സ്, യങ് പ്ലാന്റ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കമ്പോസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത് മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് കുറച്ചും കൂടെ മെച്യൂർഡായ പ്ലാന്റ്സിന് മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ബേബി പ്ലാന്റ്സിന് ഇത് ഒട്ടും സ്യൂട്ടബിൾ അല്ല. ഞാനിപ്പോൾ കുറച്ച് സീഡ്സ് ലാസ്റ്റ് 2 വീക്സ് മുമ്പെല്ലാം പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചകിരിച്ചോറിൽ മാത്രം. അതിപ്പോൾ മുളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ് നമ്മൾ ഈ കമ്പോസ്റ്റിലാണ് നമ്മൾ ഇടുന്നത്. ചെയ്തിട്ട് ചെറിയ പോട്ടിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഈ കമ്പോസ്റ്റിൽ മാത്രം പ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ മൾട്ടി കമ്പോസ്റ്റും മണ്ണും ഈ പറഞ്ഞ വളങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പോട്ട് ചെയ്യാൻ പോകുന്നത്. സീഡ്സിനുള്ള കമ്പോസ്റ്റ് തന്നെ മേടിക്കണം, വേറെ കമ്പോസ്റ്റ് മൾട്ടിപർപ്പസ് കമ്പോസ്റ്റ് മേടിക്കരുത്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അത് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആക്ച്വലി ഇവിടെ കിച്ചണിലുണ്ടാകുന്ന ഒരു വേസ്റ്റും വെജിറ്റബിൾ വേസ്റ്റ് നമ്മൾ കളയുന്നില്ല, അത് കമ്പോസ്റ്റ് ആക്കി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.